ബർത്ത്ഡേക്ക് വാങ്ങിയ കേക്കിൻ്റെ ബേസ് ബോർഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചോ തുടങ്ങിയത്. ഒരു വോൾ ഡെക്കർ ആക്കാം എന്നുള്ള പ്ലാനില്ല. സംഭവം ലാസ്റ്റിൽ അത്രയ്ക്ക് നല്ല ഭംഗിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലാതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാനിത് കുറേ നാൾ ഗോൾഡൻ മാത്രമായിട്ട് ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിളിച്ച് അങ്ങനെ പ്ലെയിനായിട്ട് ഇരിക്കണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ ഫസ്റ്റ് ഉദ്ദേശിച്ചത് ഈ വൈറ്റ് മാത്രം കൊടുത്ത് ആ ഒരു ഗോൾഡനെയും കൊടുക്കാം എന്ന് വിചാരിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വൈറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നി എന്നാലൊരു എന്തെങ്കിലും അതിനകത്തൊന്ന് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ചെയ്തു. പക്ഷെ ഞാൻ ഈ വൈറ്റ് ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഉണങ്ങാനൊന്നും വെയിറ്റ് ചെയ്തില്ല. ഞാൻ അത് അതിൻ്റെ മുകളിലൂടെ തന്നെ ഇട്ട് വരയ്ക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അത് ഉണങ്ങാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് പെയിൻറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഞാൻ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ നോക്കി, അപ്പം നല്ല രീതിയിലൊന്ന് കിട്ടണ പോലെ തോന്നിയിരുന്നില്ല. അതങ്ങ് കയ്യിൽ ഫോൺ ഉണങ്ങി പിടിച്ചിട്ട് ചെയ്തത്. ഇത് ഞാൻ വൈറ്റ് ഉണങ്ങാതെയാണ് ആ ഒരു മരക്കൊമ്പ് വരയ്ക്കാൻ നോക്കിയത്. അപ്പം ആ വൈറ്റ് ഇങ്ങനെ ഇതാകുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ അതിൻ്റെ മുകളിലൂടെ തന്നെ വരച്ചെടുത്ത്. ഈ വരച്ച് തുടങ്ങുമ്പോഴത്തേക്ക് എന്ത് തോന്നുന്നു അതങ്ങ് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് വരയ്ക്കണമെന്ന് പറഞ്ഞൊരു പ്ലാനിൽ തുടങ്ങിയതല്ലായിരുന്നു. അതെന്തൊക്കെയോ ആക്കി തീർത്ത് ലാസ്റ്റിൽ. അങ്ങനെ ഒരവസ്ഥയിലാണ് എത്തിച്ചത്. എന്നാലും എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ലുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, എന്നാൽ വലിയ ഭംഗിയില്ലായിരുന്നു. മരക്കൊമ്പ് വരച്ചപ്പോഴത്തേക്ക് ഓർത്ത് പൂവൊക്കെ വരയ്ക്കണമെന്നൊക്കെ ഫസ്റ്റ് വിചാരിച്ചു. മരക്കൊമ്പ് വരച്ചിട്ട് പൂ വരയ്ക്കാം എന്ന് വിചാരിച്ചു. അപ്പം മരക്കൊമ്പ് കണ്ടപ്പോഴത്തേക്ക് ഓർത്ത് അതിനകത്ത് കിളിയില്ലെങ്കിൽ പിന്നെ ഒരു രസമില്ലല്ലോ, അപ്പോൾ ഒരു കിളിയെ വരയ്ക്കാമെന്ന്. ഫസ്റ്റ് വലിയ കിളിയെ വരച്ച് ചീറ്റി പോയായിരുന്നു. പിന്നെ അതെങ്ങനെയൊക്കെയോ ഒന്ന് ഒപ്പിച്ചെടുത്ത് പിന്നെ ഒരു കിളിയും കൂടി വരച്ചു. അതിൻ്റെ അപ്പുറത്ത് വേറൊരു കൊച്ചു കിളിയെ വരച്ച്. ആ കൊച്ചു കിളിയെ വരച്ചപ്പോൾ തോന്നി 3 അല്ലേ ഉള്ളൂ, അപ്പോൾ പേരായില്ലല്ലോ. അങ്ങനെ വേറൊരു കുഞ്ഞു കിളിയും കൂടി വരച്ച്. പിന്നെ കുറച്ച് പൂവൊക്കെ അവിടെ ഇവിടെയൊക്കെ വരച്ച്. ഇടയ്ക്ക് കല്യാണിക്കുട്ടി വന്നിട്ട് അമ്മ ഞാൻ ഫോൺ പിടിക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെ കല്യാണിയുടേതായ രീതിയിൽ കുറച്ചെടുത്ത് തന്ന്. അങ്ങനെയാണ് കല്യാണി എടുത്തു തന്ന വീഡിയോയാണ് ഇപ്പോൾ കാണുന്നത്. കല്യാണിയാണ് എടുത്തു തന്നത്. ഇത് അമ്മ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. ഇതാ ഫൈനൽ ലുക്ക്. ലാസ്റ്റിൽ ആ ഗോൾഡൻ അത് മാറ്റിയിട്ട് അവിടെ ബ്ലാക്ക് കൊടുത്തു. ലാസ്റ്റ് ഒരു ലുക്ക് ഇങ്ങനെ കിട്ടി. സമയം പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ചിലത് ചീറ്റിപ്പോകും, ചിലത് വലിയ കുഴപ്പമില്ലാതെ കിട്ടും. ഇത് ഫസ്റ്റ് വാട്ടർ കളർ ചെയ്തിരുന്നു പറഞ്ഞായിരുന്നു. പക്ഷെ തല തിരിച്ചാണ് ഞാൻ വെച്ചത്. പലപ്പോൾ ഇങ്ങനെ തോന്നുന്നതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ ശ്രമിക്കും. ചിലത് കാണാൻ ഓക്കെ, ചിലതിനകത്ത് ഞാൻ തന്നെ കൈ പിടിച്ചിട്ട് അവിടെ ഇവിടെ എല്ലാം വീണ്ടും വേറെ പെയിൻ്റാക്കി വെക്കാറുണ്ട്. ലാസ്റ്റിൽ കുളമാകും. ചിലപ്പം ഭംഗി ഉണ്ടാവുമായിരിക്കും. അങ്ങനത്തെ ഒരു രസമാണ്. എന്നാലും സമയം പോകാൻ ഇതൊക്കെ ഒരു രസമാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമാണ്. കല്യാണിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ.